അപ്പോൾ ഇന്നതേ പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി കൊടുക്കുകയാണ്. പറമ്പിൽ കുറച്ച് മാങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഞങ്ങളുടെ അവിടെ മാവുണ്ട്, വലിയ മാവാട്ടോ. അതിൻ്റെ താഴത്തൊന്നും കൊമ്പില്ല. അപ്പോൾ ഏറ്റവും മുകളിലാണ് ചാറുകുടിയ മാങ്ങ, മുട്ടുകുടിയ മാങ്ങ എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ അത് ഒരുപാട് വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങയും കിട്ടി കേട്ടോ. 4-5 തേങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഈ മൊന്ത പിടിച്ച കാരണം ഒന്നും കാണാനില്ല. ഒക്കെ താഴത്ത് മൊന്തയിലൊക്കെയാണ് തേങ്ങയും കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പറക്കി വെച്ചതിന് ശേഷം ഞാനിതേ മാങ്ങ പറക്കാൻ നോക്കി. മാങ്ങയും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഒക്കെ താഴത്ത് വീണ കാരണം തന്നെ നിറച്ച് മൊന്തയാണ്. ചിലതൊന്നും നമുക്ക് കാണില്ല, ചിലത് ചീഞ്ഞ് പോയിട്ടൊക്കെ ഈ മൊന്തയിലൊക്കെ കിടന്നിട്ട്. അപ്പോൾ ഞാൻ ഒരുവിധമൊക്കെ മൊന്തയൊക്കെ മാറ്റിയതിന് ശേഷം മാങ്ങയൊക്കെ പറക്കിയിട്ടോ. കാരണം അവിടെ ഒരു കിണറും ഉണ്ട്. ആ കിണർ നമ്മൾ ഈ മൊന്ത കാരണം കാണൂലേ. അപ്പോൾ ഞാൻ കുറച്ചങ്ങോട്ടൊക്കെ നീങ്ങിയതായി നോക്കി. കുറച്ച് മാങ്ങയൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ ആ മാങ്ങയൊക്കെ ഇതേ ബക്കറ്റിലൊക്കെ ആക്കി വെച്ചു കേട്ടോ. എന്നിട്ട് അവിടുന്ന് കുറച്ചിങ്ങനെ വീണ്ടും അങ്ങോട്ട് നടന്നു പോയി നോക്കിയപ്പോൾ നമ്മുടെ ചക്കയുണ്ടല്ലോ, ചക്ക വീണ് കിടക്കുന്നുണ്ട്. പക്ഷേ ഈ ചക്ക നല്ല ടേസ്റ്റൊന്നും അത്ര അധികം ഇല്ല. എന്നാൽ കഴിക്കാന്ന് വെച്ചാൽ അങ്ങനെ പാറൽ പോലെ ഇതിൻ്റെ ചുളയൊക്കെ. അപ്പോൾ വലിയ മധുരം എന്ന് പറയാനൊന്നും ഇല്ല. എന്നാലും വേണ്ടില്ല, ചക്കയൊക്കെ നോക്കി. അപ്പോൾ ചക്ക എടുത്തു. 2 ചക്കയിലത്തെ ഞാൻ ഒരു ചക്കയൊക്കെ എടുത്തു കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ വെട്ടി ഇതാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ടാറ്റാ.